ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി എൻഡിഎ. ചർച്ചകൾ പുരോഗമിക്കുന്നു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കേന്ദ്രമന്ത്രിമാരുമായും മുതിർന്ന നേതാക്കളുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. INDIA സഖ്യത്തിന്റെ യോഗവും ഇന്ന്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക്. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാനും അമേരിക്കയും ഏറ്റുമുട്ടും. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെയുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി എൻഡിഎ. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് റിപ്പോർട്ട്. തുടർച്ചയായ 3ാം തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ തുടങ്ങി നിരവധി രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുമെന്നാണ് വിവരം. ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ശ്രീ മോദിയുടെ ക്ഷണം സ്വീകരിച്ചതായി ശ്രീലങ്കൻ പ്രസിഡന്റ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ചടങ്ങിൽ പങ്കെടുക്കാനായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിലെത്തും. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ലോക നേതാക്കൾ ശ്രീ നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിച്ചു. ഡൽഹിയിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ കേന്ദ്രമന്ത്രിമാരുമായും പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. അതേസമയം ജെഡിയു പാർട്ടി അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ ഡൽഹിയിലെ വസതിയിലും നിരവധി പാർട്ടി നേതാക്കൾ യോഗം ചേർന്നു. എൻഡിഎ നേതാക്കൾ ഏകകണ്ഠമായി നരേന്ദ്രമോദിയെ തങ്ങളുടെ നേതാവായി തിരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് യോഗങ്ങൾ. നാളെ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേരും. ബിജെപി, ടിഡിപി, ജെഡിയു, എൽജെപി-ആർ, ശിവസേന, ഷിൻഡെ വിഭാഗം, ജെഡിഎസ്, എൻഡിഎയിലെ മറ്റ് ഘടകകക്ഷികൾ എന്നിവയുടെ പുതിയ എംപിമാർ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ മന്ത്രിസഭയിലെ സാന്നിധ്യം സംബന്ധിച്ച് ഉപാധികളൊന്നും വച്ചിട്ടില്ലെന്ന് അറിയിച്ച് ജെഡിയു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും പാർട്ടി വക്താവ് കെ.സി. ത്യാഗി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോരാട്ടത്തിൽ ബീഹാറിന് പ്രത്യേക പരിഗണന വേണമെന്നും ജെഡിയു ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൽക്കാലം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുമെന്നും ഭരണത്തിലെത്താൻ ഉചിത സമയത്തിനായി കാത്തിരിക്കുമെന്നുമുള്ള സൂചന പങ്കുവച്ച് INDIA സഖ്യം. സർക്കാർ രൂപീകരണം സംബന്ധിച്ച സാധ്യതകൾ ചർച്ച ചെയ്യാൻ INDIA സഖ്യ നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാണെന്ന് യോഗത്തിന് ശേഷം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ, എൻസിപി നേതാവ് ശരത് പവാർ, സിപിഐഎം നേതാവ് സീതാറാം യെച്ചൂരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സഖ്യം ഇന്ന് വീണ്ടും യോഗം ചേരും. രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും സ്ഥാപനങ്ങളെയും സഹായിക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭത്തിന് രൂപം നൽകി ടെലി കമ്മ്യൂണിക്കേഷൻസ് വകുപ്പ്. ഡിജിറ്റൽ പരിവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിനും 5G, 6G സാങ്കേതിക വിദ്യകൾക്കായി വ്യവസായങ്ങളെ സജ്ജമാക്കുന്നതിനുമുള്ള വിശാലമായ കാഴ്ചപ്പാടുമായി യോജിക്കുന്ന വിധത്തിൽ MSME-കൾക്കിടയിലുള്ള അടിസ്ഥാന സർവേ എന്ന നിർദ്ദേശം വകുപ്പ് മുന്നോട്ടുവച്ചു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ MSME നേരിടുന്ന വെല്ലുവിളികൾ മനസ്സിലാക്കുന്നതിനാണ് സർവേ ലക്ഷ്യമിടുന്നത്. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ക്ലോഡിയ ഷെയ്ൻബോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മെക്സിക്കോയിലെ ജനങ്ങൾക്ക് ഇതൊരു സുപ്രധാന അവസരമാണെന്നും പ്രസിഡന്റ് ആൻഡ്രേസ് മാനുവലിന്റെ മഹത്തായ നേതൃത്വത്തിനുള്ള ആദരവാണെന്നും സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. തുടർന്നും മെക്സിക്കോയുടെ സഹകരണവും പുരോഗതിയും ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഡൽഹി ജലപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഹിമാചൽ പ്രദേശിനോട് 137 ക്യൂസെക്സ് ജലം വിട്ടുനൽകാൻ സുപ്രീംകോടതി ഉത്തരവ്. ഹരിയാനയോടും ജലം വിട്ടുനൽകാൻ നിർദ്ദേശം നൽകി.
ഡൽഹി സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. രൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെട്ടതോടെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക ജലവിതരണം ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാനും അമേരിക്കയും ഏറ്റുമുട്ടും. രാത്രി 9 മണിക്കാണ് മത്സരം. ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് സ്റ്റേജ് പോരാട്ടത്തിൽ ഇന്ത്യ 8 വിക്കറ്റിന് അയർലൻഡിനെ പരാജയപ്പെടുത്തി. ഈ മാസം 9 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. 12 അമേരിക്കയുമായും 15 കാനഡയ്ക്ക് എതിരെയുമാണ് ഇന്ത്യയുടെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ 2ാം സീഡായ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം ഇന്ന് ഇറ്റാലിയൻ സഖ്യമായ സിമോൺ ബോലെല്ലി, ആൻഡ്രിയ വവസോറി എന്നിവരുമായി സെമിഫൈനലിൽ ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ ജോഡി ബെൽജിയം സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് സെമി പ്രവേശനം നേടിയത്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കുവൈത്തിനെ നേരിടും. ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയുടെ വിരമിക്കൽ മത്സരം കൂടിയാണ് ഇത്. 19 വർഷത്തെ തന്റെ അന്താരാഷ്ട്ര കരിയറിൽ നിന്നാണ് സുനിൽ ഛേത്രി വിരമിക്കുന്നത്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക് പറന്നു. നാസയുടെ ബഹിരാകാശ പേടകം ബോയിംഗ് സ്റ്റാർ ലൈനറിലാണ് സുനിത വില്യംസിന്റെ 3ാമത്തെ ബഹിരാകാശ യാത്ര. വിശദാംശങ്ങളിലേക്ക്. സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 തവണ മുടങ്ങിയതിനു ശേഷമാണ് ഇന്നലെ ഫ്ലോറിഡയിലെ കേപ്പ് കാനവറൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ദൌത്യം വിജയകരമായി വിക്ഷേപിച്ചത്. മെയ് 7-ന് വിക്ഷേപണം നിശ്ചയിച്ചിരുന്നെങ്കിലും ഹീലിയം ചോർച്ചയും വൈദ്യുതി വിതരണത്തിലെ പ്രശ്നവും കാരണം വൈകുകയായിരുന്നു. നാസയിലെ ഗവേഷകൻ ബുച്ച് വിൽമോറും സുനിതയ്ക്കൊപ്പമുണ്ട്. ഇരുവരും ബഹിരാകാശത്ത് ഒരാഴ്ച തങ്ങുമെന്നാണ് വിവരം. സുനിത വില്യംസാണ് പൈലറ്റ്. 61-കാരനായ വിൽമോഹർ കമാൻഡറും. മനുഷ്യനെയും വഹിച്ച് സ്റ്റാർ ലൈനർ നടത്തുന്ന കന്നി പരീക്ഷണ യാത്രയുടെ ഭാഗമാകുന്ന ആദ്യ വനിതയെന്ന നേട്ടവും ഇതോടെ 59-കാരിയായ സുനിതയ്ക്ക് സ്വന്തം. നാസയുടെ ഗവേഷകരെ ബഹിരാകാശത്ത് എത്തിക്കുകയും തിരികെ കൊണ്ടുവരികയുമാണ് സ്റ്റാർ ലൈനർ ദൌത്യം ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനം വിലക്കി. തെക്കൻ തമിഴ്നാട് തീരം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തുടങ്ങിയ ഇടങ്ങളിൽ ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മീൻപിടുത്തക്കാരും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലയിൽ അടുത്ത 6 ദിവസം ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ ഇന്നും നാളെയും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, മുസഫറാബാദ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും അടുത്ത 3 ദിവസങ്ങളിൽ സമാനമായ കാലാവസ്ഥ തുടരും. എന്നാൽ അടുത്ത 3 ദിവസങ്ങളിൽ മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഝാർഖണ്ഡ്, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഒഡീഷ എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം നിലനിൽക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഉത്തരാഖണ്ഡിൽ ട്രക്കിംഗിനിടെ 9 യാത്രക്കാർ സഹസ്ര താളിന് സമീപമുണ്ടായ അപകടത്തിൽ മരിച്ചു. കർണാടകയിൽ നിന്നുള്ളവരാണ് മരിച്ച 9 പേരും. ചൊവ്വാഴ്ച സഹസ്രതാലിലേക്കുള്ള യാത്രയ്ക്കിടെ മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതെറ്റിയാണ് 22-അംഗ സംഘം അപകടത്തിൽപ്പെട്ടത്. വായുസേന, എൻഡിആർഎഫ്, എസ്ഡിആർഎഫ് എന്നിവയുടെ സംയുക്ത രക്ഷാപ്രവർത്തനത്തിലൂടെ 13 പേരെ രക്ഷപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ഗർവാൾ മേഖലയിൽ 15,000 അടി ഉയരത്തിലുള്ള പാതയാണ് സഹസ്രതാൽ ട്രക്ക്. സംഭവത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. രക്ഷപ്പെടുത്തിയ എല്ലാ ട്രക്കർമാരെയും കർണാടകയിലേക്ക് സുരക്ഷിതമായി തിരികെ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ മഹാറാണി ക്ഷേത്രം വൻ തീപിടുത്തത്തിൽ കത്തിനശിച്ചു. ഇന്നലെ പുലർച്ചെ 3:45ഓടെയാണ് തീപിടുത്തമുണ്ടായത്. പ്രാദേശിക ഫയർ സർവീസ് സ്റ്റേഷൻ അധികൃതരും നിയമപാലകരും സ്ഥലത്തെത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്നാണ് റിപ്പോർട്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 446 പോയിന്റ് ഉയർന്ന് 74,828-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 147 പോയിന്റ് നേട്ടത്തിൽ 22,767-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 560 രൂപ വർദ്ധിച്ച് 53,840 രൂപയും ഗ്രാമിന് 6,730 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി എൻഡിഎ. ചർച്ചകൾ പുരോഗമിക്കുന്നു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കേന്ദ്രമന്ത്രിമാരുമായും മുതിർന്ന നേതാക്കളുമായും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. INDIA സഖ്യത്തിന്റെ യോഗവും ഇന്ന്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് വീണ്ടും ബഹിരാകാശത്തേക്ക്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാനും അമേരിക്കയും ഏറ്റുമുട്ടും. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഉത്തരാഖണ്ഡിൽ ട്രക്കിംഗിനിടെയുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.